അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് 2025 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്ത് ഓതണം. ഓപ്ഷൻസ്: വജസാഹും ബിമാ സബറു ലഹും തആമുൻ ഖുലൂബിഹിം മറളുൻ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. വജസാഹും ബിമാ, അവിടെ സാക്കിനായ മീമിന് ശേഷം ബാവ് കൊടുത്തിരിക്കുന്നു. വിധി എന്താണ്? ഇഖ്ഫ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ. ലഹും ത്വആമുൻ, അവിടെ സാക്കിനായ മീമിന് ശേഷം ത്വാവ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇൽഹാർ. മൂന്നാമത്തെ ഓപ്ഷൻ ഖുലൂബിഹിം മറളുൻ, അവിടെ സാക്കിനായ മീമിന് ശേഷം മീം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അതെന്താണ്? ഇദ്ഗാമാണ്. ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ ലഹും ത്വആമുൻ. 2. തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് ഓതണം. ഓപ്ഷൻസ്: ജന്നാത്തുൻ തജ്രി വജന്നാത്തിൽ ലഹും വജന്നാത്തും മിൻ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ. അവിടെ തൻവീനിന് ശേഷം ലാം കൊടുത്തിരിക്കുന്നു. വിധി എന്താണ്? ഇദ്ഗാമും ബിലാഗുന്നയാണ്. അടുത്തത്, അതുപോലെ തന്നെ തൻവീനിന് ശേഷം മീം കൊടുത്തിരിക്കുന്നു. അവിടെ വിധി ഇദ്ഗാമും ബിഗുന്നയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. തൻവീനിന് ശേഷം താവ് കൊടുത്തിരിക്കുന്നു. താ ഇഖ്ഫായുടെ അക്ഷരമായതുകൊണ്ട് തന്നെ തൻവീനിനെ ഇവിടെ നമ്മൾ ഇഖ്ഫാ ചെയ്ത് ഓതണം. ശരി ഉത്തരം ഒന്നാമത്തെ ഓപ്ഷൻ. 3. സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ നൂനിനെ ഓപ്ഷൻസ്: ഇൽഹാർ ചെയ്യണം, ഇഖ്ലാബ് ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. ശരി ഉത്തരം ഇഖ്ലാബ് ചെയ്യണം. 4. തൻവീനിന് ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ തൻവീനിനെ വെളിവാക്കണം. ഓപ്ഷൻസ്: ഐന്, ഹാ, നൂന്, റാ, ബാ, ലാം. അവസാനത്തെ 2 ഓപ്ഷൻസിലും നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. നൂൻ അത് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. റാ ഇദ്ഗാം ബിലാഗുന്നയുടെ അക്ഷരമാണ്. അടുത്തത് ലാം, ഇത് ഇദ്ഗാം ബിലാഗുന്നയുടെ അക്ഷരമാണ്. ശരി ഉത്തരം ഒന്നാമത്തെ ഓപ്ഷൻ ഐന്, ഹാ. 5. ചേർത്തി ഓതലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു. ഓപ്ഷൻസ്: ഖില, സില, ജീം. ശരി ഉത്തരം സില. 6. സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നെങ്കിലും ഇദ്ഗാമു ബിഗുന്ന ചെയ്യരുത്. ഓപ്ഷൻസ്: മിൻ വാലിൻ, ഖിൻവാനുൻ, മിൻ വലിയ്. ശരി ഉത്തരം ഖിൻവാനുൻ. 7. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലെ തൻവീനിന്റെ നിയമം. ഓപ്ഷൻസ്: ഇദ്ഗാമു ബിഗുന്ന, ഇഖ്ഫാ, ഇദ്ഗാമു ബിലാഗുന്ന. തൻവീനു ശേഷം റാ എന്ന അക്ഷരം വന്നിരിക്കുന്നു. അപ്പോൾ വിധി ഇദ്ഗാമു ബിലാഗുന്ന. ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ. 8. ഇഖ്ലാബിനെ സൂചിപ്പിക്കാൻ മുസ്ഹഫിൽ കാണുന്ന ചിഹ്നം. ഓപ്ഷൻസ്: സീന്, മീമ്, യാ ഉസ്സഈറ. ശരി ഉത്തരം മീമ്. 9. മറച്ച് മണിക്കൽ എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: ഇൽഹാർ, ഇഖ്ലാബ്, ഇഖ്ഫാ. ശരി ഉത്തരം ഇഖ്ഫാ. 10. നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതണം. ഓപ്ഷൻസ്: മിൻ ഖബൽ, മിൻ ബഅദ്, മിൻ ലദുൻക. ശരി ഉത്തരം മിൻ ബഅദ്. കാരണം അവിടെ സാക്കിനായ നൂനിന് ശേഷം ബാ വന്നിരിക്കുന്നു. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 11. നസ്സാഅത്തുൽ ലിശ്ശവാ. 12. മിൻ ഖബലിക്കും. 13. ഹിക്മത്തും ബാലിഗ. 14. വലഹും ഫീഹാ. ഇപ്പുറത്ത് നോക്കൂ. എ. സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. ബി. സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്യണം. സി. തൻവീനിനെ ഇദ്ഗാമു ബിലാഗുന്ന ചെയ്യണം. ഡി. തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതാം.
11 നസ്സാഅത്തുൽ ലിശ്ശവാ. ഇവിടെ തൻവീനു ശേഷം ലാം വന്നിരിക്കുന്നു. ശരി ഉത്തരം സി. തൻവീനിനെ ഇദ്ഗാമും ബിലാ ഗുന്ന ചെയ്യണം. 12 മിൻ ഖബലിക്കും. ശരി ഉത്തരം എ. സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. 13 ഹിക്മത്തും ബാലിഗ. തൻവീനു ശേഷം ബാ വന്നിരിക്കുന്നു. ശരി ഉത്തരം ഡി. തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം. 14 വലഹും ഫീഹ. സാക്കിനായ മീമിനു ശേഷം ഫാ വന്നിരിക്കുന്നു. ശരി ഉത്തരം ബി. സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്യണം. സി എ ഡി ബി. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 15 സാക്കിനായ നൂനിന് ശേഷം സാൽ വന്നാൽ നൂനിനെ ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇഖ്ഫാ. സാക്കിനായ നൂനിന് ശേഷം സാൽ വന്നാൽ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. 16 തൻവീനു ശേഷം ബാ വന്നാൽ തൻവീനിനെ ഡാഷ് മറച്ച് മണിച്ചു ഓതണം. തൻവീനു ശേഷം ബാ വന്നാൽ തൻവീനിനെ മീമാക്കി മറച്ച് മണിച്ച് ഓതണം. 17 സാക്കിനായ നൂനിന് ശേഷം ഐൻ വന്നാൽ നൂനിനെ ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇൽഹാർ. സാക്കിനായ നൂനിന് ശേഷം ഐൻ വന്നാൽ നൂനിനെ ഇൽഹാർ ചെയ്യണം. 18 ഐനുൻ ജാരിയ എന്നതിലെ നൂനിനെ ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇഖ്ഫാ. ഐനുൻ ജാരിയ എന്നതിൽ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. 19 തൻവീനു ശേഷം ലാം വന്നാൽ തൻവീനിനെ ഇദ്ഗാം ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബിലാ ഗുന്ന. തൻവീനു ശേഷം ലാം വന്നാൽ തൻവീനിനെ ഇദ്ഗാം ബിലാ ഗുന്ന ചെയ്യണം. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 20 സാക്കിനായ മീമിന് എത്ര വിധികളുണ്ട്? ഉത്തരം 3. 21 നിർത്തൽ ഏറ്റവും നല്ലതെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നമേത്? ഉത്തരം ഖില. 22 മിൻഹും ബതുഷ. ഇതിൽ സാക്കിനായ മീമിന്റെ വിധി. അവിടെ സാക്കിനായ മീമിന് ശേഷം ബാ കൊടുത്തിരിക്കുന്നു. ഉത്തരം ഇഖ്ഫാ. 23 മൻ തഗ എന്നതിൽ സാക്കിനായ നൂനിന്റെ വിധി. അവിടെ സാക്കിനായ നൂനിന് ശേഷം താ വന്നിരിക്കുന്നു. ശരി ഉത്തരം ഇഖ്ഫാ. 24 യൗമഇദിൻ ബാസിറ. ഇതിൽ തൻവീനിന്റെ വിധി. അവിടെ തൻവീനു ശേഷം ബാ വന്നിരിക്കുന്നു. ഉത്തരം ഇഖ്ലാബ്. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 25 സാക്കിന അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ഷദ് വരികയും ചെയ്യും. 26 സാക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്യണം. എപ്പോൾ? ഉത്തരം സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ നൂനിനെ ഇഖ്ലാബ് ചെയ്യണം. 27 തൻവീനിനെ ഇദ്ഗാമു ബിലാ ഗുന്ന ചെയ്യണം. എപ്പോൾ? ഉത്തരം തൻവീനിന് ശേഷം ലാം, റാ എന്നീ ഹർഫുകൾ വന്നാൽ. 28 സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം. എപ്പോൾ? ഉത്തരം സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ഇഖ്ഫാ ചെയ്യണം. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29 ഇൽഹാർ മുത്തലഖ്. അപ്പൊ നോക്കൂ, നൂനും ഇദ്ഗാമു ബി ഗുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. ഇതിന് ഇൽഹാർ മുത്തലഖ് എന്ന് പറയുന്നു. ഖുർആനിൽ ഈ വിധം ചേർന്ന് വന്നത് ഖിൻവാനുൻ, സിൻവാനുൻ, ബുൻയാനുൻ, ദുനിയ എന്നിവ മാത്രമാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.